ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ വിചാരിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ അടുക്കള ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന്. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. നമ്മുടെ ഈ ഏരിയയിൽ അധികവും മുസ്ലിം വീടുകളാണ്. ഇപ്പോൾ റമദാൻ മാസം വരെയല്ലേ. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ വീടൊക്കെ തൂത്ത് വാരി തുടച്ച് വൃത്തിയാക്കും. നനച്ചുളിപ്പണിയെന്നാണ് ഈ ഒരു വൃത്തിയാക്കലിന് അവർ പറയുക. അവരിങ്ങനെ വൃത്തിയാക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും തോന്നി എൻ്റെ അടുക്കള എന്തിനാ അങ്ങനെ ഇടണേ, എനിക്കും ഒരു മാറ്റം വേണമെന്ന്. അങ്ങനെ ആ ഒരു പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് മതക്കാരായാലും നമ്മുടെ അയൽപക്കത്തൊരു നല്ല കാര്യം നടക്കുമ്പോൾ അത് കണ്ടുപഠിക്കുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ അടുക്കള മിനുക്കൽ ഒന്ന് കണ്ടു നോക്കിയാലോ. മാസ്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു കർച്ചീഫ് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മൂക്കിൻ്റെ മുകളിൽ. പൊടിയുടെ അലർജി ഇത്തിരി കൂടുതലാണല്ലോ. ആദ്യം ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്ന ഈ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ഉള്ളത്. ഇതൊരു ചെറിയൊരു അടുക്കളയാണ്. അയൽപക്കത്തെ താത്തമാരൊക്കെ നോമ്പിന് മുന്നേ അവരുടെ ചെമ്പും പാത്രവും കലവും ഒക്കെ തേച്ച് മിനുക്കി വെളുത്ത് വെക്കും. അങ്ങനെ വെയിലത്ത് ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഓരോ പാത്രങ്ങളും ഓരോ മൂലയിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമ്മൾ പോലും അറിയണത് ഇവിടെ ഇത്രയും പാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്തുകാരി വീട്ടമ്മയുടെ സാമ്രാജ്യം അടുക്കളയാവാം. പക്ഷേ ഇടയ്ക്കൊക്കെ ഇത് കണ്ടാൽ വല്ല പടക്കളാണോ എന്ന് വരെ തോന്നും. ഓരോ ദിവസവും നമ്മൾ തിരക്ക് പിടിച്ചോടുമ്പോൾ പലത് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് തിരികെ വയ്ക്കും. അവസാനം ഒരു സാധനം തിരഞ്ഞാൽ കിട്ടാതാകുമ്പോഴാണ് നമുക്ക് ശരിക്കും ദേഷ്യം വരിക. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലൊരു ഡീപ്പ് ക്ലീനും നല്ലതാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള പാത്രങ്ങൾ കംപ്ലീറ്റ് എടുത്ത് വേറൊരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് ഞാൻ നമ്മുടെ ഈ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, ഉപ്പും പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി സംഭവങ്ങളൊക്കെ, അതൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇനി ആ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ എല്ലായ്പ്പോഴും ഇതുപോലെ ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുക ഒന്ന് കർക്കിടക സംക്രാന്തി വരുമ്പോൾ, പിന്നെ ഒന്ന് ഇതുപോലെ നോമ്പ് മാസം വരുമ്പോൾ, പിന്നെ ശബരിമലയ്ക്കുള്ള വ്രതം ആരംഭിക്കുമ്പോൾ, അപ്പോഴൊക്കെയാണ് ഞാൻ ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാറ്. പലപ്പോഴും പണിയെടുത്ത് മടുപ്പ് വരുമ്പോഴേ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാം വൃത്തിയാക്കി വെക്കുന്നതെന്ന്. നാളെ ആയാലും വീണ്ടും ഇതൊക്കെ അലങ്കോലമാവാനുള്ളതല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ക്ലീനിങ് വെറും ഒരു വീട്ടുപണി അല്ല കേട്ടോ. നമ്മുടെ ഈ വീടൊക്കെ എന്നിട്ട് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ ഒരു ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നേ, ഒരു ഭാഗം ഓടുകൊണ്ടും. അന്ന് ഈ കുംഭമീന മാസത്തിലെ വെയിൽ കടുക്കുമ്പോൾ അച്ചാച്ചൻ പറയും ഓലയൊക്കെ ഒന്ന് മാറ്റാറായി എന്ന്. പിന്നെ വർഷക്കാലമായി തുടങ്ങിയല്ലോ. ആ പഴയ ഓലകൾ ഓരോന്നായി പറിച്ചു മാറ്റുമ്പോൾ വീടിനുള്ളിലേക്ക് അടിച്ചു കയറി വരുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ, അതൊരു പ്രത്യേക കാഴ്ചയായിരുന്നു. വർഷം മുഴുവൻ ഇരുട്ട് പിടിച്ചു കിടന്ന ഓരോ മൂലകളിലേക്കും സൂര്യപ്രകാശം ചെന്ന് തൊടും. അപ്പോൾ വീടിനകത്ത് നിൽക്കാനൊരു പ്രത്യേക രസമാണേ. ഇപ്പോൾ എൻ്റെ ഈ അടുക്കളയിൽ ഓരോ മൂലകളും വൃത്തിയാക്കുമ്പോൾ ആ പഴയ ഓർമ്മകൾ എന്താ മനസ്സിലേക്ക് ഇപ്പോഴും വരുന്നതെന്ന് അറിയണില്ല. ഇനി കുറച്ച് മാറാല തട്ടാനുണ്ട് കേട്ടോ. ഇതൊരു ഒഴിയാബാധ ആയതുപോലെയാണ്. കാരണം എത്ര തട്ടിയാലും ഇത് ഇവിടെ നിന്ന് പോവില്ല, പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ രാവിലെ കണ്ടിട്ട് അതങ്ങ് തട്ടി മാറ്റിയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീണ്ടും അതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ മുകളിലുള്ള മാറാല തട്ടലും പൊടി തട്ടലും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തറയാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വിറകൊക്കെ കൊടുന്ന് വയ്ക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് അടുപ്പിന് ചുവട്ടിലുള്ള സ്ഥലം, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഞാൻ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഒരുപാട് പൊടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ ആദ്യം അങ്ങോട്ട് മാറ്റി പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഒരു കവറിലാക്കി എടുത്തിട്ടുണ്ട്, ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ബാക്കി പേപ്പറും ഇതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ പേപ്പർ ഇതൊക്കെ വേസ്റ്റ് കൊട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തൂത്ത് വാരിയിട്ട് ഇതൊക്കെ ഒന്ന് കൊണ്ടുപോട്ടെ കത്തിക്കാനായിട്ട്. ഇന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പൈപ്പിൽ വെള്ളമുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മാറ്റുകളൊക്കെ ഒന്ന് കഴുകിയിടാനൊക്കെ ഉണ്ട്, അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ആദ്യം ഇവിടെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. ഇനി നമുക്ക് നോക്കുന്ന തീ കത്തിക്കാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഭാഗം ഒന്നുകൊണ്ട് അടിച്ചു വാരിയിട്ട് അവിടെ അങ്ങോട്ട് കത്തിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പൊടിതട്ടലും അടിച്ചു വാരലും ഇപ്പോൾ ഈ വേസ്റ്റ് കത്തിക്കലും മാത്രമാണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും പണികൾ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുക്കളയുടെ ചുമരൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, വീട് ചെറുതാണെങ്കിലും നമ്മുടെ അടുക്കളയുടെ ചുമര് മൊത്തം ടൈൽ ഒട്ടിക്കണം എന്നുള്ളത്. കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടും എന്നുള്ളൊരു പഴമൊഴി ഉണ്ടല്ലോ, അതുപോലെയാണ് എൻ്റെ ജീവിതം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും എൻ്റെ ആഗ്രഹങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റി. അതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അടുക്കളയുടെ വീതനമൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി. കാരണം നമ്മളവിടെ അടുപ്പ് തീ കത്തിക്കണതല്ല. അപ്പോൾ അതിൻ്റെ പുകയൊക്കെ ചെറുതായിട്ടൊക്കെ പുറത്തേക്ക് വരുമല്ലോ, പുകയില്ലാത്ത അടുപ്പാണെങ്കിൽ. പിന്നെ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ, ഇതിന് 13 വർഷത്തെ പഴക്കമുണ്ടേ. ഇപ്പോഴും പുതുപുത്തൻ പോലെ തന്നെയാണ്. ഇത് മാറ്റണമെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ഒരു സംഭവം അത്രയും നാശമായിട്ട് ഉപയോഗിക്കാൻ പറ്റണില്ലെങ്കിൽ മാറ്റുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ മാറ്റുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ സിലിണ്ടർ പുറത്തേക്ക് വെക്കാനുള്ള പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്തായാലും ഒന്ന് പുറത്തേക്ക് വെക്കണം. ഇവിടെ ഗ്യാസ് വെക്കാനും വിറകിട്ട് കത്തിക്കുന്ന അടുപ്പും ഒരേ സ്ഥലത്ത് തന്നെയാണ്. സെപ്പറേറ്റ് ആയിട്ട് രണ്ടെണ്ണമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എല്ലായിടത്തും അങ്ങനെ കാണുമല്ലോ, വിറകിട്ട് കത്തിക്കാനൊന്ന്, ഗ്യാസ് കത്തിക്കാനൊന്ന്. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്. അതും ഞാൻ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, അങ്ങനെ മതി, രണ്ടെണ്ണം വേണ്ട, ഒന്ന് തന്നെ മതി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാത്രം കുറച്ച് കഴുകിയെടുക്കാണ്ടാണ് നേരത്തെ നമ്മൾ കൊണ്ടുവച്ചിരുന്നില്ല ഇവിടെ നിന്നൊക്കെ പെറുക്കിയിട്ടുള്ളത്. ആ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുകയാണ് ചെയ്തത്. കാരണം ഓൾറെഡി ഞാൻ കഴുകിയ പാത്രങ്ങളായിരുന്നു. പിന്നെ പൊടിയൊക്കെ ആയതുകൊണ്ട് ഒന്നുകൂടെ കഴുകി അവിടെ തന്നെ വെച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് വേണ്ടാത്ത കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് വെച്ചുള്ള പാത്രങ്ങളുണ്ടല്ലോ, അതിലും വേണ്ടാത്ത കുറേ പാത്രങ്ങൾ ഒഴിവാക്കി. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളിലൊക്കെ മുകൾ വശമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് വെക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഓരോന്ന് കഴിഞ്ഞിട്ട് അതിലാക്കുന്ന സമയത്ത് ആ ബോട്ടിലൊക്കെ ഞാൻ കഴുകിയിട്ടാണ് പിന്നീടുള്ള പൊടികളൊക്കെ അതിൽ ആക്കി വെക്കാറ്. അപ്പോൾ നമ്മുടെ ഷെൽഫുകളെല്ലാം ക്ലിയറാക്കി ഓരോ സാധനങ്ങൾ വെച്ചു. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാം ഒന്ന് ക്ലിയറായി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസം കേട്ടോ മനസ്സിന്. കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളും അടുത്ത വീഡിയോയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ അശ്വതി.